ഇന്നെ നൈഫൊക്കെ പിടിച്ച എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? ഒരു ദുരുദ്ദേശവും ഇല്ല. ഞാൻ ഈ നൈഫ് എടുത്ത് നമുക്കൊരു വാഴയില വെട്ടണം നമ്മുടെ പുറകിൽ നിന്ന്. അതിനുവേണ്ടിയാ ഇന്ന് ഇച്ചിരി പരിപാടികളുണ്ട്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആദ്യം പോയി വാഴയില വെട്ടിക്കൊണ്ടുവരാം. വാഴയിലൊക്കെ വെട്ടി എന്താ പരിപാടി? കാണിക്കാം, ചെറുത് പിടിക്കരുത്. ഓക്കെ, അത് മതിയോ? മതി. നമുക്ക് ബാക്കി ഓണത്തിനൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ? ഇല മതിയല്ലോ. എന്തിനാ ഒത്തിരി വാഴയില? ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകല്ലേ. ഇന്ന് നമുക്കങ്ങനെ പാൽ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ പറയുന്നു എപ്പോഴും ജെനിയാ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അവർക്കാർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാനാണ് ഇന്ന് പാൽ പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ചട്ടിയിലോട്ട് നമ്മുടെ വാഴയില ഇറക്കി അങ്ങോട്ട് വെച്ച് കേട്ടോ. ഇത് മൺചട്ടിയാണ്. ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഇത് നമ്മുടെ തേങ്ങാപ്പാൽ ഇങ്ങനെ ഇതിനകത്തൊന്ന് ഇച്ചിരി ഒന്ന് തൂവിച്ച് ഇങ്ങനെ റെഡിയാക്കുന്നു. അതിന് പുറത്തോട്ട് ഒരു പൊറോട്ട, അത് കണ്ടോ എത്തള് പോലത്തെ പൊറോട്ട, ഈ പൊറോട്ട ഇങ്ങോട്ട് വെക്കുന്നു. അതിന് പുറത്ത് നമ്മൾ നമ്മുടെ ഈ തേങ്ങാപ്പാലിന്ന് ശകലം തേങ്ങാപ്പാലൊന്ന് സെറ്റ് ചെയ്യുന്നു. അതിന് അകത്തോട്ട് നമ്മൾ വേണ്ടി നോക്കി ഇന്ന് വാങ്ങിച്ച ബീഫാണ് കണ്ടോ, അടിപൊളി ബീഫ്. അത് ഇതിന് മേളിലോട്ട് നമ്മൾ വെക്കുന്നു. നമുക്ക് ഇച്ചിരി ഫ്രൈഡ് ഓണിയന്, ശകലം കരിയാപ്പില, കുറച്ച് അണ്ടിപ്പരിപ്പ്, എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഇങ്ങോട്ട് ഒഴിക്കുന്നു കേട്ടോ. അതിന് മേളിലോട്ട് നമ്മൾ അതങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും കൂടെ തേങ്ങാപ്പാൽ ഇതിലോട്ട് മിക്സ് ചെയ്യുന്നു. ഇനി പുറത്തോട്ട് നമ്മൾ ചെയ്യുന്നത് ഡ്രൈ ബീഫാണ് കണ്ടോ. അത് ബീഫ് കറി, ഇത് ഡ്രൈ ബീഫ്. ഈ ഡ്രൈ ബീഫ് ഇതിൻ്റെ പുറത്ത് സെറ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഈ തേങ്ങാപ്പാൽ സെറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇത് നോക്കി ഫ്രൈഡ് ഓണിയൻ, നമ്മുടെ കറി ലീഫാണിത്. കറി ലീഫ്, നമ്മുടെ കശുവണ്ടി പരിപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഏറ്റവും മേളിൽ നമ്മുടെ അവസാനത്തെ പൊറോട്ട എടുത്ത് അടച്ചു വെക്കുന്നു. ഇങ്ങനെ അത് അടച്ചു വെച്ച് ഇത് എന്നിട്ട് ഇത് കണ്ടോ, ഈ ബാക്കി വരുന്ന ഈ വാഴയില വെച്ച് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ വേറൊരു ഇല നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഒന്ന് വാട്ടിയ ഇലയുണ്ട്, അത് ഇതിന് മേളിലോട്ട് വെക്കുന്നു. അത് മേളിലോട്ട് വെച്ച് അതിൻ്റെ ഈ ചട്ടി വെച്ച് ഇത് വെച്ച് അടയ്ക്കുന്നു. അടച്ച് ചൂടാക്കുന്നു 5 മിനിറ്റ് കേട്ടോ. ചെറിയ തീയിലേ വെക്കാവേ. അങ്ങനെ പാൽ പൊറോട്ട സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ മൂടി എടുത്ത് മാറ്റുന്നു. ഓ, ഇത് കണ്ടോ, ആവി പറക്കുന്ന കണ്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. ഇത് കണ്ടോ, അടുത്തല കണ്ടോ, നല്ല ചൂടാ കേട്ടോ. ഓ എന്തൊരു സ്മെല്ലാന്നറിയാം അതിന്റെ. ഇതിങ്ങനെ താഴോട്ട് അതിലായിട്ടുണ്ട് കേട്ടോ, നല്ല ഇതായിട്ട് കിടക്കും. എല്ലാം ഉണ്ടോ കേട്ടോ, അങ്ങ് പൊറോട്ട അങ്ങ് സോഫ്റ്റ് ആയി, ഇതിനകത്തോട്ട് അങ്ങ് കുതിർന്നു. തുറന്നു കാണിച്ചേ പാൽ പൊറോട്ട. ഓക്കെ, അടിപൊളി. ഞങ്ങൾ നിന്ന് കഴിക്കട്ടെ കേട്ടോ. ഇത് കണ്ടോ, കൂട്ടത്തോടെയുള്ള ആക്രമണമാണ് പാൽ പൊറോട്ട. ഓക്കെ, ഞാനിവിടെ ഒരു ശകലം എടുത്ത് കഴിക്കാൻ പോവാണ്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അപാര ടേസ്റ്റ് ആകട്ടോ, അപാര ടേസ്റ്റ്.